सकता हूँ और तब मैं सारी दुनिया को हंसा सकता हूँ। और पीछे दुनिया क्या कहेगी कि अगर कोई मुल्क को आज़ाद होना चाहिए तो हिंदुस्तान इस आज़ादी के लिए मुल्क है। और मेरी तो तमन्ना ये है, मेरी तो आशा ये है, ईश्वर से प्रार्थना ये है कि हिंदुस्तान ऐसा बने कि जिससे सारी दुनिया कहे कि अगर आज़ाद बनना है तो हिंदुस्तान के जैसे आज़ाद बनो। ऐसा करने में आप लोग बहुत बड़ा हिस्सा ले सकते हैं। सब के सब अपनी जगह पर अपना धर्म का पालन करें तो हिंदुस्तान जैसा मैं आपको कहता हूँ ऐसा बन सकता है। उसमें मुझको तनिक भी शंका नहीं है। നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. നമ്മുടെ പരമാധികാരം പണയപ്പെടുത്തുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓയിൽ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ അനുവാദം വേണം എന്ന തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് അമേരിക്കയ്ക്ക് അതിനുള്ള അധികാരം കൊടുത്തത്? ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടതാണ്, വളരെ വ്യക്തമായി സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടത്, നമുക്ക് താൽക്കാലിക ലാഭമല്ല, രാജ്യത്തിൻ്റെ അഭിമാനമാണ് വലുത്. നമ്മളെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ആർക്കെങ്കിലും മുമ്പിൽ പണയം വച്ചിട്ട് ഒരു സാമ്പത്തിക ലാഭവും ഒരു ലാഭവും നമുക്കാവശ്യമില്ല എന്ന ഉറച്ച പ്രതിജ്ഞ എടുക്കേണ്ട ഒരു സമയം ആണ് നമുക്ക് ആഗതമായിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് രാജ്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല, രാജ്യം തന്നെയാണ് ഏറെ വലുത്. നമ്മുടെ പൂർവികന്മാർ വളരെയധികം കഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഷ്ഠിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ മറ്റൊരു കുത്തകയ്ക്ക് മുന്നിൽ പണയം വയ്ക്കുവാൻ, മറ്റൊരു ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് മുന്നിൽ പണയം വയ്ക്കുവാൻ നമ്മൾ അനുവദിച്ചുകൂടാ. തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി നമ്മളെ പൂർവികർ പോരാടിയത് നമുക്കൊക്കെ ഇന്നലത്തെ പോലെ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ അടിമപ്പെടുത്തുവാൻ, വീണ്ടും മറ്റൊരു രാജ്യത്തിൻ്റെ അടിമയാക്കി മാറ്റുവാനുള്ള ശ്രമമാണോ നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പരമാധികാരത്തിന് നേരെയുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക. അതിനെതിരെ ഒരക്ഷരം മിണ്ടുവാൻ നമ്മളെ ഭരണാധികാരികൾ തയ്യാറാകുന്നുമില്ല, അതിനെ തള്ളിപ്പറയുന്നില്ല. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ നയപരമായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അമേരിക്ക എന്നാണോ? അമേരിക്കയ്ക്ക് ആരാണ് അതിനുള്ള അധികാരം കൊടുത്തത്? ട്രംപിൻ്റെ ഈ ധാർഷ്ട്യം നമുക്ക് മുന്നിൽ തുടരുവാൻ അനുവദിച്ചുകൂടാ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ പരമാധികാരത്തിലേക്കാണ് അവർ കടന്നു കയറുന്നത് എന്നത് വളരെ ദുഃഖത്തോടെ നമുക്ക് ഓർമ്മിക്കേണ്ടി വരികയാണ്. തികച്ചും ഒരു മൗനം നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വളരെ ദുഃഖകരമാണ്, ഖേദകരമാണ് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കുവാൻ നിവൃത്തിയില്ല. തീർച്ചയായും അതിലൊരു മാറ്റം വരണം. നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശമാണ്. നമ്മുടെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല. അത് എത്ര വലിയ രാജ്യമായാലും എന്തു ശക്തിയായാലും ശരി, നമ്മുടെ പരമാധികാരത്തെ പണയം വെച്ചാൽ തീർച്ചയായും നമുക്ക് വരാൻ പോകുന്നത് ഇറാൻ്റെ അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടുത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ തക്ക വിധത്തിൽ ട്രംപ് തയ്യാറായേക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ പടപ്പുറപ്പാടാണ് നമ്മൾ കണ്ടത്. എന്താണ്? നമ്മുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണമെങ്കിൽ അതിന് ട്രംപിൻ്റെ അനുമതി വേണം എന്നാണ് പറയുന്നത്. താൽക്കാലികമായ ഒരു അനുമതി നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന വിശദീകരണം. എന്താണ് ഇതിനെയൊക്കെ ഉദ്ദേശം? ഇതിനൊക്കെ മറുപടി പറയുവാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറാവണം. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നത് വളരെ ദുഃഖകരമാണ്. ഒരു മൗനമാണ് നമ്മുടെ ഇന്ത്യൻ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ മൗനം നല്ലതല്ല. ഈ മൗനം നമ്മുടെ രാജ്യത്തെ അപകടത്തിലേക്ക് തന്നെ നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഇനി അനുവദിച്ചുകൂടാ. അമേരിക്കയുടെ ഭാഗത്തു നിന്നും എന്ത് പ്രകോപനമുണ്ടായാലും നമ്മുടെ രാജ്യത്തെ നമ്മൾ ഇന്നുവരെയും ആർക്കു മുന്നിലും അടിയറ വച്ചിട്ടില്ല. ഇനി ഒട്ട് അടിയറ വയ്ക്കുന്നത് നമ്മുടെ ജനം, നമ്മുടെ രാജ്യം ഒരിക്കലും സഹിക്കുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുതായി, നമ്മുടെ അഭിമാനത്തെക്കായി വലുതായി നമുക്കൊന്നുമില്ല. അത് രണ്ടും പണയപ്പെടുത്താതിരിക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾ ശ്രദ്ധിക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള നടപടി ഇന്ത്യൻ ജനം പ്രതീക്ഷിക്കുക തന്നെയാണ്.